തലനാട് മൂന്നിലവ് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തലനാട് ഇലവുംപാറ ചവ്വൂർ നരിമറ്റം റോഡ് തകരാറിലായി. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിന്റെ പല ഭാഗങ്ങളിലൂടെയും കാൽനടയാത്ര പോലും ദുഷ്കരമാണ്. തലനാട് മൂന്നിലവ് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധപ്പെടുത്തി മലയോര മേഖലയിലൂടെ കടന്നുപോകുന്ന തലനാട് ഇലവുംപാറ ചെവ്വൂർ നരിയമറ്റം റോഡിനെ മേഖലയിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്നുണ്ട്. 7.5 പതിറ്റാണ്ടോളം പഴക്കമുള്ള റോഡിന് 5 കിലോമീറ്റർ ദൂരമാണുള്ളത്. ചൊവ്വൂരിൽ നിന്നും ആലപ്പുഴ, കോട്ടയം, പാല, ഈരാറ്റുപേട്ട തുടങ്ങിയ ഭാഗത്തേക്ക് വാഹനങ്ങൾക്ക് പെർമിറ്റുള്ളതാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിന്റെ പല ഭാഗങ്ങളിലും കാൽനടയാത്ര പോലും ദുഷ്കരമാണ്. ചൊവ്വൂർ മുതൽ നരിമറ്റം വരെ 1 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഈ ഭാഗത്താണ് റോഡ് ഏറ്റവും അധികം തകർന്നതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. റോഡിൽ വലിയ കുഴികളിൽ വെള്ളം രൂപപ്പെട്ട് കെട്ടിനിൽക്കുന്ന സ്ഥിതിയിലാണ്. ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും ഗട്ടർ ഒഴിവാക്കി സഞ്ചരിക്കാൻ കഴിയാത്ത വിധം റോഡ് തകർന്നു. ഇന്ന് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്ന് തീർച്ചയായും ഉൾപ്പെടുന്ന ഒന്നാണ് ഗതാഗതം എന്ന് പറയുന്നത്. ചൊവ്വൂര് തലനാട് നരിമറ്റം റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി വർഷങ്ങളായി. നാളിതുവരെ അതിനൊരു പരിഹാരമായിട്ടില്ല. വാസ്തവത്തിൽ ഒരു 5.5 കിലോമീറ്ററാണ് ഇത്രയും ഏരിയ ഉള്ളത്. അതിൽ ഗതാഗത യോഗ്യമായി അടിയന്തരമായിട്ട് ലഭിക്കേണ്ട കേവലം 1.5 കിലോമീറ്റർ നരിമറ്റത്തു നിന്നും ചൊവ്വൂർ വരെയുള്ള റോഡ് അത് എത്രയും വേഗം ലഭിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ചൊവ്വൂർ മുതൽ നരിമറ്റം വരെയുള്ള ഈ ഭാഗത്തെ ഏതാണ്ട് 200-ലധികം കുടുംബങ്ങളുടെ ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഈ ചൊവ്വൂർ നരിമറ്റം റോഡാണ്. ധാരാളം എംപ്ലോയീസ് ഉണ്ട്, അതോടൊപ്പം തന്നെ കൃഷിക്കാരുണ്ട്, പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇവിടെ സ്ഥാപനങ്ങളൊക്കെ ഒരുപാടുണ്ട്. സ്കൂളുണ്ട്, പോസ്റ്റ് ഓഫീസുണ്ട്, മഹിളാ സമാജമുണ്ട്, അംഗൻവാടി ഉൾപ്പെടെയുള്ള ധാരാളം സ്ഥാപനങ്ങളുണ്ട്. ഇവിടേക്കൊക്കെ ആൾക്കാർ വരണമെന്നുണ്ടെങ്കിൽ, പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റോഡ് മാത്രമേ നിർവാഹമുള്ളൂ. പക്ഷെ അത് തകർന്നു കിടക്കുന്നു എത്രയോ വർഷങ്ങളായി. അതിന് എങ്ങനെയെങ്കിലും പരിഹാരം കാണണം. അത് അടിയന്തര ഒരു ആവശ്യമായിട്ട് ഞങ്ങൾ ഉന്നയിക്കുന്നു. പൂർണ്ണമായും തകർന്ന 1 കിലോമീറ്റർ ദൂരമെങ്കിലും അടിയന്തരമായി ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തകർന്ന ഭാഗം ടാറിംഗ് നടത്തണമെന്ന് PWD അധികൃതർ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും കരാറുകാരൻ തയ്യാറായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. തലനാട് ഇലവുംപാറ ചൊവ്വൂർ നരിമറ്റം റോഡ് ഏതാണ്ടൊരു 60 വർഷത്തിന് മേൽ കാലപ്പഴക്കമുണ്ട് ഈ റോഡിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ട്. എന്നാൽ 2 കിലോമീറ്റർ ദൂരം മാത്രമേ വാഹന ഗതാഗത യോഗ്യമായി നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവർ 10 വർഷത്തോളമായി വാഹന ഗതാഗത യോഗ്യമായ ഭാഗം താറുമാറായി കിടക്കാൻ തുടങ്ങിയിട്ട് വണ്ടികളൊന്നും ഇവിടുന്ന് ഓടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇവിടുന്ന് KSRTC ബസ്, പ്രൈവറ്റ് ബസ്സുകളൊക്കെ കോട്ടയം, ആലപ്പുഴ പ്രദേശങ്ങളിലേക്ക് ഉണ്ടായിരുന്നു. ഇപ്പം ബസ്സുകളൊന്നും ഓടുന്നില്ല. തുടർന്നും ഈ ഒരു കുഴിയായിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് വണ്ടിക്കാർക്ക് വണ്ടി ഓടിക്കാനുള്ള ഒരു അസൗകര്യം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ 150 ലക്ഷം രൂപ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് PMGSY പദ്ധതി പ്രകാരം അനുവദിക്കുകയും പക്ഷേ ഗ്രേഡിംഗ് നടത്തിയപ്പോൾ വാഹന ഗതാഗത സൗകര്യം പ്രയാസമുള്ളതിനാൽ അത് വീണ്ടും ഗ്രേഡിംഗ് നടത്തിയെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം PMGSY നിന്ന് അതിനത് PWD മേലുകാവ് സെക്ഷനിലേക്ക് കീഴിലേക്ക് ഈ റോഡിൻ്റെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഫണ്ട്. സ്കൂൾ കുട്ടികളടക്കം ദിവസേന സഞ്ചരിക്കുന്ന റൂട്ടാണിത്. റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കുഴിയുടെ ആഴവും തിരിച്ചറിയാൻ കഴിയുന്നില്ല. i4 ന്യൂസ്, പാല.